ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യുമ്പോൾ വേർതിരിച്ച് തന്നെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഹാർട്ട് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളിന്റെ മാത്രമേ കിട്ടൂ, അത്രേ ഉള്ളൂ. അതേസമയത്ത് കിഡ്നിയും നമ്മുടെ ഐയും കണ്ണ് അല്ലെങ്കിൽ ലിവർ കയ്യ് ഇതൊക്കെ തന്നെ ലൈവ് ഡോണറിന് കിട്ടും. ഇത് രണ്ടും രണ്ടായിട്ട് വേണം കാണാൻ. ആ രണ്ടായിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ലൈവായിട്ട് വരുന്ന കേസിനകത്തെ കമ്മിറ്റി ഉണ്ട്, എത്തിക്സ് കമ്മിറ്റി. ആ എത്തിക്സ് കമ്മിറ്റിക്കകത്ത് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടന്മാരും പ്രിൻസിപ്പൽമാരും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ചൊടി അങ്ങനെയുള്ള ഒരു ടീമുള്ള ഒരു വിദഗ്ധ സമിതിയാണ് ഇതിൻ്റെ എത്തിക്സ് കമ്മിറ്റി. ആ എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പാകെ വരുന്ന നിരവധി പേപ്പറുകളുണ്ട്. ആ പേപ്പറുകളിൽ യഥാർത്ഥത്തിൽ ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ചില ആളുകൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി അപ്പം പോവും. അത് ടൈം തീർന്നു കഴിഞ്ഞാൽ പിന്നെ വരാവുന്ന അപകടം ഒരുപക്ഷെ പേഷ്യൻ്റ് തന്നെ പോകും. അങ്ങനെ വരുന്നതിനൊരു പരിഹാരം കൂടി ഉണ്ടാവേണ്ട ഒരു സ്ഥിതി കൂടെ ഉണ്ട് എന്നുള്ളത് കൂട്ടിച്ചേർക്കുകയാണ്. ഒന്ന്. രണ്ട്, ഇപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വരുന്നത് മസ്തിഷ്ക മരണത്തിൽ മാത്രമേ വരുന്നുള്ളൂ. ആ വരുന്നതിന് സർജറി ഭംഗിയായിട്ട് നടക്കും. ഫർദർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തെ സംബന്ധിച്ചുള്ള എല്ലാ സൗകര്യം കൂടി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അത് കൃത്യമായി നിന്നു പോകാൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹം സംസാരിച്ചു വരുന്നതിനകത്ത് നിന്ന് വരുന്ന നമുക്ക് മുൻഗണനയോട് കൂടി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിനുള്ള എല്ലാ തരത്തിലുള്ള പ്രതിവിധി കൂടെ കണ്ടുകൊണ്ടായിരിക്കണം ഹാർട്ടിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. അദ്ദേഹം മറ്റേ പ്രയോറിറ്റിയുടെ കാര്യം. അപ്പോൾ നമ്മളൊരു ശസ്ത്രക്രിയ വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് ലിവറാണ് വേണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആശുപത്രിയിൽ പോയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. എനിക്ക് ഡോക്ടറിനാണല്ലോ വിശ്വാസം. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലാണ് ലോഗിൻ ഐ ഡി ഉള്ളത്. ആ ലോഗിൻ ഐ ഡിയിൽ കൂടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാളുടെ പേര് അതിനകത്ത് വരും, ബാക്കി ഡീറ്റെയിൽസ് അതിനകത്ത് വരും. അപ്പോൾ എനിക്ക് തന്നെ എനിക്കിപ്പോൾ 2 ഡൊണേഷൻ കഴിഞ്ഞു, എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ അതേ ആശുപത്രിയിൽ പോയി ചോദിക്കും, എന്നെ വിളിച്ചില്ലല്ലോ, രണ്ട് ഡൊണേഷൻ പേപ്പർ വേണ്ടല്ലോ. അപ്പോൾ കോർഡിനേറ്റർ വഴി അപ്പം തന്നെ എടുത്ത് നോക്കാം ഞാൻ ഫസ്റ്റ് ആയിരുന്നോ, ഓർഗൻ അലൊക്കേഷൻ അമൃതയിലായിരുന്നോ, അല്ലെങ്കിൽ ഏതാണ് ആശുപത്രി, അങ്ങനെ ആയിരുന്നോ. അങ്ങനെയാണ് സുതാര്യം നടത്തുന്നത്. നമുക്ക് ഓപ്പൺ ആയിട്ട് എല്ലാ പബ്ലിക്കിന് ലിസ്റ്റ് വിസിബിൾ ആകുന്ന രീതിയിലാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ഒരു ചീട്ട് അവർക്ക് റെസിപ്റ്റ് പോലെ ഒരു രജിസ്ട്രേഷൻ ഡേറ്റും ഡീറ്റെയിൽസും വെച്ച് കൊടുക്കാറുണ്ട്. അത് വെച്ച് അവർക്ക് എന്ന് വേണമെങ്കിലും ആശുപത്രിയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെത്തോ അന്വേഷിച്ചാൽ ഞങ്ങൾ എത്രാമതാണ് നിങ്ങളുടെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നും നിങ്ങൾക്ക് എത്രാമത് നിങ്ങൾക്ക് കിട്ടാനുള്ള സ്വഭാവമുള്ള ഫയലല്ല. പക്ഷേ ഞാൻ ചോദിച്ചാൽ അതായത് നമുക്കൊരു ഫാൾ പ്രൂഫ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിൽ യാതൊരുവിധ സർക്കാർ സംവിധാനമില്ലേ, വേറെ ഒരു നിലവിലില്ല. ഇപ്പൊ കേനോസ്, അതിനു മുമ്പത്തെ കേനോസ്, ഇപ്പോഴത്തെ കേസോട്ടോ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ലൊരു സംവിധാനം ഉണ്ട്. ഇത് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ മേലാത്തൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഇപ്പൊ ഈ വക്കീൽ പറഞ്ഞ കാര്യങ്ങളിനകത്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് എന്തെങ്കിലും കള്ളമോ കാപട്യമോ ചതിയോ വഞ്ചനയോ അത്യാവശ്യം കാശോ ഉണ്ടോ എന്നുള്ള ഒറ്റ സംശയമുള്ളൂ അല്ലേ. മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിൽ യാതൊരുവിധ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ല. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ തന്നെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, അവരുടെ ഉറ്റവരുടെ ആ ഡിഫിക്കൽട്ട് ടൈമിൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്തവർക്ക് ഒരു അനുഭവം ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാമ്പത്തിക ഇടപാട് നടക്കുന്നില്ല, പക്ഷേ ഓർഗന് വേണ്ടി പൈസ കൊടുക്കേണ്ടത്. അതായത് ഒരു ഓർഗൻ സ്വീകരിക്കുന്ന ആൾക്ക് 30 മുതൽ 50 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നു. എനി ഓർഗൻ ആയിക്കോട്ടെ. അതാണ് ഒരു സാക്ഷ്യം പറയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 12 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കുന്നു വരെ ഒരാൾക്ക് പോലും ഒരു പൈസ പോലും കൊടുത്തൊരു അനുഭവം ഇല്ല. സർക്കാർ ആശുപത്രിയല്ല ഞാൻ പറയുന്നത്, സ്വകാര്യ ആശുപത്രിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ മസ്തിഷ്ക മരണവും അവയവദാനവും നടക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ്. കോട്ടയത്ത് ആകെ 12 ആയിട്ടുള്ളൂ. ഇപ്പൊ ഈ വർഷം തന്നെ 25 മസ്തിഷ്ക മരണങ്ങള് ട്രിവാൻഡ്രത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്നിട്ടുണ്ട്. അതിന് എത്രത്തോളം സാമ്പത്തിക ഇടപാടുണ്ട് എന്നുള്ളത് അന്വേഷിച്ചാൽ മതി. വക്കീലിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്റെ പ്രശ്നം സ്വകാര്യ ആശുപത്രികള് ചികിത്സയ്ക്ക് പൈസ വാങ്ങിക്കുന്നതാണോ പ്രശ്നം? അതല്ലല്ല, ഭാരിച്ച എമൗണ്ട് വാങ്ങുന്നു എന്നുള്ളതാണ് ഫിർദൗസിന്റെ പരാതി. മസ്തിഷ്ക മരണം സംഭവിച്ച ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് മാത്രമാണോ ഈ പൈസ വരുന്നത്? അതെ, ലൈവ് ഡൊണേഷനും ഈ പൈസ തന്നെ വരുന്നുണ്ടോ?
ലൈവ് ഡൊണേഷൻ ഇതിൽ കൂടുതൽ പൈസ വരും. അതായത് ഈ ഓർഗനും കൂടി പൈസ കൊടുക്കണം. അതിന് തർക്കമില്ലേ? അല്ല, ഇതിന് കൂടുതൽ പൈസ വരുന്നുണ്ട്. അതിന് തർക്കമില്ല. അതായത് എന്റെ 5 വർഷമായി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് എനിക്കൊരു 35 ലക്ഷം രൂപയോളം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഡോണർക്ക് പൈസ കൊടുക്കാതെ 35 ഡോണർക്ക് പൈസ അതെന്തുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് 30 ആവും. സാധാരണ കാര്യമല്ലേ ഞാൻ പറയുന്നത്? ഇത് സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് സർക്കാരിന്റെ ചെലവില് ഇതിന്റെ ചെലവ് കുറച്ച് കൊണ്ടുവരാൻ അന്ന് DMAയോട് പറഞ്ഞത്. അതായത് ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജില് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സംവിധാനങ്ങളുണ്ട്, ലാബ് ഉണ്ട്. എന്തുകൊണ്ട് അവിടെ സർജറി നടക്കുന്നില്ല? അതിൽ യാതൊരു തർക്കമില്ല. നമ്മളൊക്കെ ഞാനൊക്കെ ചെറുപ്പമായിരുന്നപ്പോഴത്തേക്കും എന്റെ ഫാദർ മെഡിക്കൽ കോളേജിലായിരുന്നു. പ്രൈവറ്റ് ആശുപത്രികൾ വളരെ കുറവായിരുന്നു. നമ്മൾ നല്ല ചികിത്സ അല്ലെങ്കിൽ അഡ്വാൻസ് ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് ടൈം കേരളത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കൊണ്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ പോലത്തെ ചികിത്സകൾ മെയിൻലി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് നടക്കുന്നത്. ആരുടെയും കുറ്റമല്ല. പിന്നെ ജനങ്ങൾക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ ആരെങ്കിലും വേണമല്ലോ. വേണം. അപ്പോൾ ഇതിന് ചെലവുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രികൾ ഫ്രീ ആയിട്ട് ഒന്നുമല്ല ഒരിക്കലും ചെയ്യത്തുമില്ല. അപ്പോൾ അവരതിൻ്റെ ചാർജ് ചെയ്യും. അതും ഓപ്പൺ ആയിട്ട് ബില്ല് കൊടുത്തിട്ടാണല്ലോ അവർ ചാർജ് ചെയ്യുന്നത്. അതെ. അപ്പോൾ പിന്നെ അത് പൈസ ആവുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം ഗവൺമെന്റിൽ ചെയ്യണം. അതിൽ യാതൊരു തർക്കവും ഇല്ല. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. ഗവൺമെന്റ് ഞങ്ങളെല്ലാ ട്രാൻസ്പ്ലാന്റ് സർജൻസും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലെ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യാൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ. ഈ ബിസിനസ് ആംഗിളിൽ നിന്ന് മാറിയിട്ട് അതൊരു സേവനമായി കണക്കാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ പക്ഷേ പറയുമ്പോൾ സംഭവിക്കുന്നത് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ, മരിച്ചു കഴിഞ്ഞിട്ട് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ ചിന്തിക്കുന്ന ഫാമിലീസിന് മനസ്സിലാ സംശയം വരുമ്പോൾ ഇത് നിലച്ചു പോകും. പിന്നെ സംഭവിക്കുന്നതാണ് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യുക, ലൈവ് ഡോണർ ആൾക്കാർ കൂടുക, ഈ പറഞ്ഞ ഇപ്പം നടന്നിട്ടുള്ള സംഭവങ്ങളും കൂടുക. അത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്തിഷ്ക മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കണം. അത് അതേ മാർഗമുള്ളൂ. അതേ മാർഗമുള്ളൂ.